ഗോവ ട്രിപ്പിൻ്റെ ഡേ 3 ആണ് കേട്ടോ. ഇന്നലെ കുറച്ച് ലേറ്റായിട്ട് ആണ് കിടന്നുറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല ലേറ്റായിട്ട് ഉറങ്ങിയിട്ടുണ്ടാവും. ഉച്ച വരെ റൂമിൽ തന്നെ കിടന്നു. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒരുമിച്ച് അങ്ങോട്ട് കഴിച്ചിട്ട് ചുമ്മാ നാട് കറങ്ങിയത്. ഇപ്പോൾ ഉച്ചയ്ക്ക് 1 മണി 1:15 ആയിട്ട് സമയം. ഇന്ന് ഫസ്റ്റ് തന്നെ നമ്മൾ പോകുന്നത് അഞ്ജുന ബീച്ചിലേക്കാണ്. അഞ്ജുന ബീച്ച് മെയിൻ അഞ്ജുന ബീച്ചിലേക്കല്ല. അഞ്ജുന ബീച്ചിൻ്റെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. ഒരു ഹോട്ടലിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ഉള്ള ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അഞ്ജുന ബീച്ചിൻ്റെ, അങ്ങോട്ടാണ് പോകുന്നത്. മെയിൻ ബീച്ചിൽ ഞാൻ പിന്നെ ഒരുപാട് തവണ പോയതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇത് അതിന് തൊട്ടടുത്ത് തന്നെയാണ്, പക്ഷേ ഇതിന് അകത്തേക്കുള്ള വഴി വേറെയാണ്, അത്രയേ ഉള്ളൂ. ബീച്ചിലേക്കുള്ള വഴി വേറെയാണ്, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങോട്ട് മെല്ലെ പോട്ടെ. ഈ ബീച്ചിലേക്കുള്ള എൻട്രി മെയിനായിട്ട് വരുന്നത് ഇവിടെ ഒരു ഹോട്ടലിൻ്റെ പ്രോപ്പർട്ടീൻ്റെ ഉള്ളിൽ കൂടിയാണ്. ഞാനിവിടെ ഹോട്ടലിൻ്റെ പ്രോപ്പർട്ടീൻ്റെ വെളിയിൽ ബൈക്ക് വെച്ചിട്ട് അങ്ങനെ അവരുടെ കുറച്ച് സ്റ്റെയർ ഉണ്ട് താഴത്തേക്കുള്ള, അതങ്ങനെ ഇറങ്ങിയിട്ട് ബീച്ചിലേക്ക് ഇങ്ങനെ നടന്നു പോവാണ്. അത് സൈഡിൽ കാണുന്നതാണ് ആ പ്രോപ്പർട്ടി. അവിടെ പേരൊന്നും എനിക്കറിയില്ല, ഹോട്ടലിൻ്റെ പേര് ഞാൻ നോക്കിയില്ല. അവിടെ സെക്യൂരിറ്റിയോട് ചോദിച്ചു വണ്ടി അവിടെ വയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ വണ്ടി അവിടെ വെച്ചോളൂ, എന്നിട്ട് എന്താ പറയുക ബീച്ചിലേക്ക് പോകാനുള്ള വഴി പുള്ളി ചൂണ്ടി കാണിച്ചു തന്നു. അത് ആ മുന്നിൽ കാണുന്ന ഹോട്ടൽ, അവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങിയിട്ട് ഇങ്ങനെ വന്നത്. അങ്ങനെ ഈ മരപ്പാലത്തിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ കയറിയിട്ട് നമ്മൾ നേരെ ബീച്ചിലേക്ക് ഇങ്ങനെ നടന്നു പോകും. Woke up late, missed the morning glaze, but the sunlight hits in so many ways. Grabbed my shades and hit the streets, no plan, chasing vibes like seashells in the sand. Radio hums a tune I can't name, crooked smiles, crashing waves, no shame. Flip my phone, toss it in my bag. Today's for us, no time to lag. അഞ്ജുന ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി അടുത്തായിട്ട് പോകുന്നത് വാഗട്ടോറിലേക്കാണ്. അവിടെയും ബീച്ച് തന്നെയാണ്, ജസ്റ്റ് ചുമ്മാ പോകുന്നു, ഒന്ന് ബീച്ച് കാണുന്നു, തിരിച്ചു വരുന്നു, അത്രേ ഉള്ളൂ. ഇവിടെ അടുത്ത് തന്നെ ഇപ്പോൾ 2 കിലോമീറ്ററേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ 2 കിലോമീറ്റർ അത് കണ്ടിട്ട് തീരുമാനിക്കും അടുത്തത് എങ്ങോട്ടാണ് പോവുക. അങ്ങനെ പ്രത്യേകിച്ച് വലിയ പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ ശരിക്കും നമുക്കൊക്കെ പച്ചവെള്ളത്തിനേക്കാൾ കൂടുതൽ മദ്യം കിട്ടുന്ന ഷോപ്പുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. എത്ര ഷോപ്പുകൾ, ഇതിൽ മാത്രമല്ല കുടിക്കാനുള്ളതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ചെറിയ ചെറിയ വീടുകൾ. ഞാൻ ഇന്നലെ ഇങ്ങനെ പോകുമ്പോൾ കൊണ്ട് ഒരു ചെറിയൊരു പയ്യൻ, അതായത് ഒരു 10-12 വയസ്സേ ഉള്ളൂ, അവിടെ നിന്നിട്ട് ഈ പരിപാടി വിൽക്കുന്നു ഷോപ്പിൽ. അല്ലാതെ പുള്ളി റോട്ടുമല്ല കേട്ടോ, ബ്ലാക്കിൽ വെച്ച് തരുന്നല്ല, ഷോപ്പിൽ നിന്നിട്ട് ആയിക്കോട്ടെ. പിന്നെ അങ്ങനെ ആയിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ. ബീവറേജിൻ്റെ സൈഡിൽ കുട്ടീനെ നിർത്തിയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്യൂ ഉണ്ടായ നാടാണ് നമ്മളെ നാട്. പക്ഷെ അതൊക്കെ ശരിക്കും വേണ്ടോ, ചെറിയ കുട്ടികളൊന്നും ഈ പ്രായത്തിലൊന്നും ഇത് ചെയ്യാൻ പാടില്ല. 10-18 വയസ്സ് വരെയെങ്കിലും പിള്ളേർ ഷുഡ് ബി റെസ്ട്രിക്റ്റഡ് ദ ഏരിയ ലൈക്ക് ദിസ്. ഇന്ന് ഇവിടെ കമ്പാരിറ്റീവ്ലി തിരക്ക് കുറവായതുകൊണ്ടാണോ അതോ ഇവിടെ തിരക്ക് കുറഞ്ഞ ഏരിയ ആയതുകൊണ്ടാണോ അറിയില്ല. ഇപ്പോൾ വലിയ റഷൊന്നും ഇവിടെ ഇല്ല, ബീച്ചിലുമില്ല. ഇനിയിപ്പോൾ ആൾക്കാർ ഇറങ്ങുന്ന ടൈം ആവുന്നുണ്ടാവുള്ളൂ, എന്താണെന്നറിയില്ല. ഇവിടുന്ന് അടിപൊളി വ്യൂ ആണല്ലോ ബീച്ചിലേക്ക്, വാഗട്ടോർ ബീച്ചിലേക്ക്. നൈസ് വ്യൂ.
ഇവിടെ വണ്ടി വെച്ചിട്ട് അങ്ങോട്ട് പോകണോ? ജസ്റ്റ് ഏതായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് വണ്ടി വെച്ചിട്ട് അങ്ങോട്ട് പോകുന്ന നല്ലതല്ലേ. നൈസ്. ഇവിടെയും ഉണ്ടോ പാർക്കിംഗ് ചാർജ്? ഇവിടെ അങ്ങനെ പാർക്കിംഗ് ഫീ വാങ്ങാനായിട്ടൊന്നും അങ്ങനെ ആരുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഈ ചെറിയ വഴീൻ്റെ ഇടയിൽ കൂടെ പോയിട്ടാണ് ബീച്ചിലേക്ക് എത്തുന്നത്. അപ്പം ജസ്റ്റ് കുറച്ച് മുന്നോട്ട് പോയിട്ട് ബീച്ചെത്തി. ഇതാണ് ബീച്ച്. ഇവിടെ ശരിക്കും നല്ല ഭംഗിയുള്ള ബീച്ചുമാണ്. ഇവിടെ ഒരുപാട് ഹോസ്റ്റൽസും കാര്യങ്ങളും ഹോട്ടൽസും സംഭവങ്ങളൊക്കെ ഈ ബീച്ചിനോട് ചുറ്റിപ്പറ്റിയിട്ടുണ്ട്. മെയിനായിട്ടൊരു പാർട്ടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നൊരു മെയിൻ ഏരിയയാണ്. രാത്രിയായി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കല്ലങ്കോട് ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പാർട്ടി ചെയ്യാൻ എൻജോയ് ചെയ്യാനൊക്കെ വരുന്നൊരു സ്പോട്ടായിട്ടാണ് ഈ വാഗത്തൂർ എന്ന് പറയുന്ന ബീച്ചിനെ പറയപ്പെടുന്നത്. അടുത്ത ഡെസ്റ്റിനേഷൻ ചപ്പോറ ഫോർട്ട്. ചപ്പോറ ഫോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോട്ടയാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് യുദ്ധം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിച്ച കോട്ട, അങ്ങനെ എന്താണ് പറയപ്പെടുന്നത്. എന്താണെന്നുള്ളത് വലിയ ധാരണയൊന്നുമില്ല. എന്തായാലും അവിടെ പോയിട്ട് നോക്കാം. ഞാൻ മുമ്പ് പോയിട്ടുണ്ട് 1-2 പ്രാവശ്യം, കുറേ മുമ്പോ. പിന്നെ അവിടെ കുറച്ച് മുകളിലേക്ക് നടന്നു പോകാനൊക്കെ ഉള്ളതുകൊണ്ട് ഫോർട്ടിൻ്റെ മുകളിലേക്ക് നടന്നു പോകുന്നതുകൊണ്ട് പിന്നെ അധികം പോയിട്ടില്ല. ഇന്നിപ്പോൾ 2 സ്പോട്ടിൽ പോയിട്ട് 2 സ്പോട്ടിലും വണ്ടി വെക്കാൻ വേണ്ടിയിട്ട് മറ്റേ പാർക്കിംഗ് ഫീ ഈടാക്കിയിട്ടില്ല കേട്ടോ. പക്ഷെ അതിനും വേണ്ടി നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്ത് ഒരു വൻതുക അവർ ഈടാക്കുമോ എന്നൊരു സംശയമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ വൻ തിരക്കാം. പോയിട്ട് അതിൻ്റെ മുകളിൽ അങ്ങെത്തണം. ബൈക്ക് പാർക്കിങ്ങിൽ ബൈക്ക് വെച്ചിട്ട് നടക്കണം. ഈ വെയിലും കൊണ്ട് നടക്കണം. ഈ വെയിലും കൊണ്ട് നല്ല തിരക്കുണ്ട്. സമയം കുറേ പോകും. ഞാനേ മെല്ലെ തിരിച്ചു പോട്ടെ. അവിടെ കാണാൻ പക്ഷേ കണ്ട പരിപാടി ആയതുകൊണ്ട് പോകാൻ വലിയ മൂടില്ല. ഈ ചപ്പോറ ഫോർട്ടിലേ ഞാൻ മുമ്പ് പോയിട്ടുണ്ട്. നല്ല അടിപൊളി സ്ഥലമൊക്കെയാണ്. ഗോവയിൽ ആദ്യമായിട്ടൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പോയിട്ട് കാണാം. ഞാൻ 2 പ്രാവശ്യം പോയതുകൊണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ 2 മണിക്കൂർ സമയമില്ലാത്ത സമയത്ത് സ്പെൻഡ് ചെയ്യണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ തിരക്കായതുകൊണ്ട് തിരിച്ചു വരാം എന്ന് വിചാരിച്ചത്. ഈ ചപ്പോറ ഫോർട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അഞ്ജുന ബീച്ച്, പിന്നെ വാഗട്ടോർ, ഈ ചപ്പോറ ഫോർട്ട്, പിന്നെ കുറച്ചപ്പുറം പോയ രാശം, പിന്നെ
ആരംബോൾ, അങ്ങനെ ഒരുപാട് ബീച്ചുകൾ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. ഒറ്റ സ്ട്രെച്ചിൽ പ്ലാൻ ചെയ്യാം. ഫസ്റ്റ് ആരംബോൾ പോയിട്ട് ഇങ്ങനെ തിരിച്ചിങ്ങനെ വന്ന് ഓരോ ഹോട്ടലും ഓരോ ബീച്ചും നിങ്ങൾക്ക് പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ വരാം. ശരിക്കും നല്ലതാണ് എല്ലാ ബീച്ചും ഇങ്ങനെ കാണും. പക്ഷേ ബീച്ചുകൾക്ക് നമുക്ക് നാട്ടിൽ പോയിട്ട് ഫോട്ടോ എടുത്ത് നോക്കുന്ന സമയത്ത് ഏത് ബീച്ചാ ഇല്ലെങ്കിൽ നമ്മൾ പോയത് വന്നത് എന്ന് നമുക്ക് തന്നെ കൺഫ്യൂഷനായി പോകും. അപ്പോൾ എല്ലാ ബീച്ചും ഒരുപോലെ തന്നെ കുറേ പാറയുണ്ട്, കുറേ മണ്ണുണ്ട്, മണലുണ്ട്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബീച്ചുകൾ അങ്ങനെ ചറവറ പോകേണ്ട വലിയ കാര്യമൊന്നുമില്ല. നല്ല ബീച്ചുകൾ ഏതാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് പോയിട്ട് കാണാം. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഇതാണ് ഗോവയിലെ എൻ്റെ സ്റ്റേ. ഇതിൻ്റെ പേര് ഷാലോം ബാക്ക് പാക്കേഴ്സ് എന്നാണ്. ഇവിടെ നമ്മുടെ മാതിരി ഇങ്ങനെ ബൈക്കിലൊക്കെ വരുന്ന ആൾക്കാർ, സോളോ ഒക്കെ വരുന്ന ആൾക്കാർ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. എനിക്കിപ്പോൾ റൂമിനായത് 2 ദിവസത്തേക്ക് 1100 രൂപ, 550 രൂപ പെർ ഡേ ആണായത്. ഇവിടെ ശരിക്കും നമുക്ക് ഒരു ബെഡാണ് കിട്ടുക, ഡോർമെറ്ററി ഒരു ബെഡാണ് കിട്ടുക. പിന്നെ കുറച്ച് നമ്മളെ മാതിരി തന്നെ വരുന്ന ബാച്ചിലേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. പിന്നെ ട്രിപ്പിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഞാൻ ശരിക്കും എൻ്റെ പ്ലാൻ അനുസരിച്ച് നാളെ രാവിലെ മോർണിംഗ് ഒരു 5 o'clock 5:30 ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാമെന്നായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നേരെ ഒറ്റ സ്ട്രെച്ചിൽ നാട്ടിലേക്ക് പിടിക്കാം എന്നുള്ളായിരുന്നു പ്ലാൻ. അപ്പം ഞാൻ പിന്നെ മെല്ലെ ആ പ്ലാനും മാറ്റി ഏർലി മോർണിംഗ് പോകുന്നതിന് പകരം ഇപ്പം സമയം 7 മണിയായി രാത്രി. അപ്പം ഈ ഒരു 7 മണിക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗോവയുടെ പഞ്ചിമിൻ്റെയൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് വ്യൂസും കാര്യങ്ങളും കിട്ടും. അതിൻ്റെ കൂടെ നാളത്തെ ഒരു ഹെക്റ്റിക് റൈഡ് കുറഞ്ഞിട്ടും ഞാനിപ്പോൾ പ്ലാൻ ചെയ്തത് ഗോകർണ പോയിട്ട് സ്റ്റേ ചെയ്യാനാണ്. അപ്പം ഗോകർണ പോയിട്ട് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു 160 കിലോമീറ്റർ 157 കിലോമീറ്റർ ഉണ്ട് സ്റ്റേയിലേക്ക്. ഫ്രം അവിടുന്ന് നാളെ രാവിലെ ഒരു 8-9 മണിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ രാവിലെ തന്നെയുള്ള റൈഡ് കുറഞ്ഞ് കിട്ടും. ഒരു 160 കിലോമീറ്ററിൻ്റെ വെയിറ്റ് കുറഞ്ഞ് കിട്ടും. പിന്നെ അവിടുന്ന് ഒരു 380 കിലോമീറ്ററാണ് നമുക്ക് നാട്ടിലേക്ക് ഉണ്ടാവുക. സോ കുറച്ചും കൂടെ നമുക്ക് രാത്രി ഒന്ന് ഉറങ്ങിയിട്ടൊക്കെ വണ്ടി ഓടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും എന്നെനിക്ക് തോന്നിയിട്ടാണ് ഞാനിപ്പം ഈ ഒരു തീരുമാനം എടുത്തത്. എനിക്ക് തോന്നുന്നു അത് നല്ല അടിപൊളി ഒരു തീരുമാനം തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. എന്തായാലും ലീവിങ് ഗോവ നമ്മൾ വിടുകയാണ്. പിന്നെ ഇന്ന് ഇവിടെ നൈറ്റ് കിടന്നുറങ്ങിയിട്ടും വലിയ ഗുണമൊന്നുമില്ല. എന്താ വെച്ചാൽ നൈറ്റിനിപ്പം ഉറങ്ങാൻ ലേറ്റായില്ല. അതൊക്കെ ഒരു 11:30 12 മണിക്കായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ രാവിലെ നേരത്തെ എണീക്കുന്ന കാര്യം നമുക്ക് ഡൗട്ടായിരിക്കും. സോ അതുകൊണ്ടൊക്കെ എല്ലാം കൊണ്ടും ഞാൻ എൻ്റെ പ്ലാനൊന്ന് ചെറിയ രീതിയിൽ മാറ്റി. അപ്പം ടുവേർഡ്സ് ഗോകർണ നമ്മൾ ഗോവയിൽ നിന്ന് പോവുകയാണ്. ഓക്കെ, ബൈ ഓൾ അല്ല, ബൈ ഫ്രം ഗോവ. അങ്ങനെ നമ്മൾ ഗോവ ട്രിപ്പല്ല ഗോവ കഴിഞ്ഞിട്ട് ഗോവേൻ്റെ ചെക്ക് പോസ്റ്റിലേക്ക് ഇങ്ങനെ കടക്കാൻ പോവാണ്. ചെക്ക് പോസ്റ്റ് എത്തിയെന്ന് തോന്നുന്നു. യെസ്, എൻ്റെ മുന്നിൽ കാണുന്നതാണ് ഗോവ കർണാടക ചെക്ക് പോസ്റ്റ്. ഈ ചെക്ക് പോസ്റ്റിൽ ഇവരെന്തിനാ മദ്യം ചെക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത. ഇവരെ നാട്ടിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച മദ്യം അവിടെ കൊണ്ടുപോയി കുടിക്കുന്നതിന് ഇവരിതെന്തിനാ ചെക്ക് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഒന്നും മനസ്സിലാവാത്തൊരു കാര്യം. ഇനി മറ്റവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ കർണാടകക്കാരെ? അത് അവിടുത്തെ ചെക്കിങ് അവിടെ. വെൽക്കം ടു വെസ്റ്റ് കോസ്റ്റ് ടോൾവേ. നമ്മളങ്ങനെ കർണാടകത്തിൻ്റെ ബോർഡറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ കണ്ട പേരും ചെക്കിങ്. ഈ വണ്ടിയിലും ബാഗും സാധനങ്ങളും എല്ലാം എടുത്തിങ്ങനെ കൂത്തി പൊളിച്ച് ചെക്ക് ചെയ്യും. ഇനി പിന്നെ ബൈക്ക് ചെക്ക് ചെയ്യുമോ? ബൈക്ക് ചെക്ക് ചെയ്യുന്നില്ല കേട്ടോ. ബൈക്ക് ഇത് സെക്കൻഡ് തേർഡ് ടൈമാണ്. ബൈക്ക് ഇവർ ചെക്ക് ചെയ്യുന്നില്ല. അപ്പോൾ കാറുകൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഗോവ രജിസ്ട്രേഷൻ ഒന്നും അങ്ങനെ ചെക്ക് ചെയ്യുന്നില്ല. കർണാടക കേരള രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാലാണ് അവർ ചെക്ക് ചെയ്യുന്നത്.
സമയം ഇപ്പം ഏകദേശം 10:30 ആയിട്ടോ. നമ്മളിപ്പം ഗോവ ബോർഡറെല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. ഇനി നമുക്ക് ക്രോസ് ചെയ്യാനുള്ളത് ഇവിടെ 2 ടണൽസ് ഉണ്ടായിരുന്നു. ആ 2 ടണൽ നമ്മൾ ആണ് ക്രോസ് ചെയ്യുന്നത്. ഇത് ഗോവ കർണാടക ബോർഡറിൽ ഒരു 10 കിലോമീറ്റർ ട്രാവൽ ചെയ്താലാണ് ഈ ടണൽ എത്തുന്നത്. ഇതിപ്പം നിൽക്കുന്നത് കർണാടകത്തിലാണ് ഉള്ളത്. ഇനി എനിക്ക് ഗോകർണയിലെ സ്റ്റേയിലേക്ക് ട്രാവൽ ചെയ്യാനുള്ളത് 40 കിലോമീറ്ററും കൂടിയാണ്. ഇപ്പോൾ ഏകദേശം 10:30 മണിയായി. ഒരു 11:30 മണിയൊക്കെ ആകുന്ന സമയത്ത് സ്റ്റേയിലെത്തിയിട്ട് കിടന്നുറങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഹൈവേയിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു 10-35 കിലോമീറ്റർ പോയിട്ട് അങ്കോള എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് റൈറ്റ് എടുത്തിട്ടാണ് ഗോകർണയ്ക്ക് പോകാനുള്ളത്. അപ്പം ഇനി ഏതായാലും നാളെ രാവിലെ റൂമിലെത്തിയിട്ട് അടുത്ത വീഡിയോ കാണാം.